ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ അവിയൽ കറി ആയാലോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കറി. അതിനായി പച്ചക്കറികൾ ഞാൻ ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളനെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കാം. അതിനായി 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്താണത്, പിന്നെ ഒരു 8-9 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. ഒരു നാളികേരത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം എത്രയോ ചേർക്കുന്നോ അത്രയോ ടേസ്റ്റ് കൂടും. പിന്നെ അതിലേക്ക് നമ്മളൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ അതേ നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി തീ ഓഫാക്കി 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.